ഉച്ചക്ക് സ്പെഷ്യലായിട്ടൊന്നും കഴിക്കാനില്ലാതെ അമ്മയുടെ ചമ്മന്തി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ടൗണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു ചമ്മന്തിയിൽ ഒതുക്കണ്ടെന്ന് കരുതി അങ്ങനെ ഞാൻ സോയാബീൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾ, മുളക്, ഗരം മസാല, ഉപ്പ്, പിന്നെന്താ മുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ സോയാബീൻ നന്നായിട്ട് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതവിടെ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് അല്പം ഓയിൽ, പെരുംജീരകം, കറുവപ്പട്ട ഇട്ട് കൊടുത്ത് പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചെടുക്കുന്ന കട്ട് നന്നായിട്ട് അനലിക്കുട്ടി ഇതാ വന്നിട്ടുണ്ട്. പിന്നീട് സവാള നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ലൂസ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ സോയാബീൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ ഒന്ന് അടിച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ അല്പം ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.